തന്റെ ആദ്യ ഇംഗ്ലീഷ് കവിതാ സമാഹാരം പുറത്തിറക്കാൻ കണ്ണൂരിൽ നിന്നൊരു 10ാം ക്ലാസ്സുകാരി ഷാർജയിലെത്തി. പെരിങ്ങത്തൂർ മൗണ്ട് ഗൈഡ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥി ലൈബ സീനത്താണ് മാതാപിതാക്കൾക്കൊപ്പം ഷാർജ പുസ്തകമേളയിലെത്തിയത്. ഞാൻ ഒരിക്കലും എഴുതാൻ ഉദ്ദേശിക്കാത്ത കവിതകൾ എന്നാണ് കവിതാ സമാഹാരത്തിന്റെ പേര്. നിരവധി പുതിയ എഴുത്തുകാരുടെ രചനകൾ വെളിച്ചം കാണുന്ന ഇടം കൂടിയാണ് ഷാർജ പുസ്തകോത്സവം. തൻ്റെ ആദ്യ ഇംഗ്ലീഷ് കവിതാ സമാഹാരം പുറത്തിറക്കാനായി നാട്ടിൽ നിന്ന് ഷാർജയിലെത്തിയിരിക്കുകയാണ് ഒരു പുതിയ എഴുത്തുകാരി. 10ാം ക്ലാസ്സുകാരിയാണ്. എൻ്റെ പേര് ലൈബ സീനത്ത്. ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഇത് എൻ്റെ ഫസ്റ്റ് പുസ്തകമാണ്, ദ പോംസ് ഐ നെവർ മെന്റ് ടു റൈറ്റ്. ഈ പുസ്തകത്തിൽ 40 കവിതകളുണ്ട്. ഞാനൊരു 7ാം ക്ലാസ് മുതൽ എഴുതിയ കവിതകളെല്ലാം കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത്. ഒരിക്കലും എഴുതപ്പെടാൻ ഇഷ്ടപ്പെടാത്ത കവിതകൾ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പിന്നെ എന്തിനാണ് എഴുതിയത്? ഇതിങ്ങനെ എഴുതി പുറത്തു വരുന്ന ഞാനും വിചാരിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു കവിത എഴുതണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയ ആളല്ല. ഇതിങ്ങനെ അവിടെ ഇവിടെയും കുത്തിക്കുറിച്ചിട്ട് കുറച്ച് കവിതകൾ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നവരെ എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ എഴുതാൻ വിചാരിച്ചുകൊണ്ടോ പബ്ലിഷ് ചെയ്യാൻ വിചാരിച്ചുകൊണ്ടോ എഴുതിയതല്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു പേര് കൊടുക്കാമെന്ന് തോന്നി. ആരാണ് ഇത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതിനൊരു പ്രചോദനമായത് എൻ്റെ സ്കൂളിൽ തന്നെയാണ്. എനിക്ക് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഫൈസൽ സാറാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ തന്നതും എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്തതും ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് എല്ലാം ഫൈസൽ സാറാണ്. ഫൈസൽ സാർ സ്കൂളിലെ അധ്യാപകനാണ്. ഫൈസൽ സാർ മൗണ്ട് ഗൈഡ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ആരെവിടെ ഇത് പ്രകാശനമൊക്കെ നിർവഹിച്ചത്? ഇതിവിടെ പ്രകാശനമൊക്കെ നിർവഹിച്ചത് ലിബി പബ്ലിക്കേഷൻസ് ആണ്. അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കുറേ അധികം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഒരു ഐഡിയ ആയിരുന്നു അത് നമുക്ക് ഷാർജയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത്. ഞങ്ങളിത് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടില്ല ഷാർജ വരെ എത്തുമോ. നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ചെറിയൊരു പരിപാടിയായിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പം അക്ബർ സാറാണ് ഷാർജയിലേക്ക് പോയാലോ എന്ന് ചോദിച്ചതും അന്നേരം നമുക്ക് പിന്നെയും കൂടുതൽ മോട്ടിവേഷൻ കിട്ടിയത്. എന്ത് തോന്നുന്നു, ഷാർജ പുസ്തകോത്സവത്തിൽ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ എന്താണ് മോളുടെ ഫീലിംഗ്? സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു. പിന്നെ ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ സെൽഫായിട്ട് നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. പിന്നെ പാരൻസിനും എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഇനി അടുത്ത പുസ്തകത്തിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ടോ? അടുത്ത പുസ്തകത്തിന്റെ പണി എന്ന് വെച്ചാൽ ഇങ്ങനെ അവിടെ ഇവിടെയും കുറച്ച് ഇപ്പോൾ എഴുതുന്നുണ്ട്. എഴുത്തിങ്ങനെ തുടരും. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി നോക്കണം. നിരവധി എഴുത്തുകാരാണ്, പുതിയ എഴുത്തുകാരാണ് ഷാർജ പുസ്തകോത്സവത്തിൽ ഇത്തരത്തിൽ തന്നെ തങ്ങളുടെ ആദ്യ രചനകൾ പ്രകാശനം ചെയ്യാനായി എത്തുന്നത്. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ.